കഴിഞ്ഞ ഒരു മാസത്തിലധികമായി മാറാടി ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ കള്ളുഷാപ്പിനെതിരെ നടന്നുവന്ന സമരം പിരിച്ചുവിട്ടു. സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് വകുപ്പ് ഇറക്കിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഷാപ്പിന്റെ പ്രവർത്തനം നിർത്തിവെച്ചത്. മാത്യു കുഴൽനാടൻ MLA സമരപന്തലിലെത്തി ഉത്തരവ് വായിച്ചു. മാറാടി ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിൽ കഴിഞ്ഞ 30-ലധികം ദിവസമായി നടന്നുവന്ന കള്ളുഷാപ്പിനെതിരെയുള്ള സമരം പിരിച്ചുവിട്ടു. കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടൻ MLAയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അധികൃതരും പൊതുപ്രവർത്തകരും ചേർന്ന് എക്സൈസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഷാപ്പിന് നൽകിയ ലൈസൻസ് റദ്ദാക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ ഷാപ്പ് പ്രവർത്തിക്കുന്നതിനുള്ള അനുമതി നിഷേധിച്ചിരിക്കുന്നത്. ഇവിടെ ഇതൊട്ടും അനുയോജ്യമല്ല എന്നുള്ളൊരു കാര്യമുണ്ട്. കാരണം ഇതൊരു ജനവാസ മേഖല എന്നല്ല, ജനവാസ നിബിഡമായിട്ടുള്ളൊരു മേഖലയാണ്. ഇവിടെ തൊട്ടടുത്തൊരു കോളനി അടക്കം ഇത്രയും ഒരു റെസിഡൻഷ്യൽ ഏരിയയുടെ നടുക്ക് കൊണ്ടുവന്ന് ഒരു ഷാപ്പ് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് വന്ന് കണ്ടപ്പോൾ തന്നെ അതിൻ്റെ പ്രവർത്തനം അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് നമ്മൾ സ്വീകരിച്ചിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ ധൃതി പിടിച്ച്, ഇവിടെ പറഞ്ഞ പോലെ ധൃതി പിടിച്ച് എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഇവർ പരിശ്രമിച്ചത് ഗവൺമെൻറ്റിനെ കോടതിയിൽ പരാജയപ്പെടുത്തി ഷാപ്പ് നടത്താമെന്നാണ് അവർ കണക്കൂട്ടിയത്. അതിനു വേണ്ടിയിട്ട് ഞാനൊരു അഭിഭാഷകൻ കൂടി ആയതുകൊണ്ട് നമുക്കിത് ഒരു കൂട്ടുമ്പോൾ അറിയാലോ ഇത് എന്തിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിന് ഉദ്യോഗസ്ഥരുടെ ഒത്താശ ലഭിക്കുന്നുണ്ട്. അവർക്ക് ഷാപ്പിനുള്ള ലൈസൻസ് ഇവിടെ അനുവദിച്ച് കിട്ടി. അപ്പോൾ അതിന് കാര്യകാരണങ്ങളില്ലാതെ നിഷേധിച്ചാൽ അത് കോടതി ചലഞ്ച് ചെയ്യുകയും ആ ഉത്തരവ് റദ്ദാക്കുകയും അങ്ങനെ വീണ്ടും പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ലക്ഷ്യമിട്ടത്. നമ്മളതിനെ എതിർക്കുമെന്നും അപ്പോൾ അവർ പോലീസ് പ്രൊട്ടക്ഷൻ ഓൾറെഡി മേടിച്ചു. പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കും. കാരണം എന്താ വെച്ചാൽ കോടതി മറ്റൊന്നും കൊണ്ടല്ല, ആർക്കും ക്രമസമാധാനം തടസ്സപ്പെടുത്താനുള്ള അവകാശം ആർക്കും ഇല്ല, ആർക്കും നിയമം കയ്യിലെടുക്കാനുള്ള അവകാശമില്ല. അതിനിപ്പോൾ ആരാണെങ്കിലും അതിനെതിരെ കോടതി ഉത്തരവ് കൊടുക്കും. അപ്പോൾ ആ ഉത്തരവ് സമ്പാദിച്ച് ഇവിടെ സമരം ചെയ്യുന്ന സ്ത്രീകളെയും അല്ലെങ്കിൽ പാവപ്പെട്ട സാധാരണക്കാരെയും ഒക്കെ കേസിലുമൊക്കെ പെടുത്തി അങ്ങനെ ആളുകളെ പ്രയാസപ്പെടുത്തി ബുദ്ധിമുട്ടിച്ച് മുട്ടുകുത്തിച്ച് ഷാപ്പ് തുടങ്ങണമെന്നാണ് അവർ ആഗ്രഹിച്ചത്. ഇതിൽ എന്നെ ഏറ്റവും കൂടുതൽ പ്രവോക്ക് ചെയ്തൊരു സംഗതി എന്ന് പറയുന്നത് ഇവിടെയുള്ളൊരു ആരാധനാലയം അത് ചർച്ചിൻ്റെ ഗണത്തിൽ വരുന്നതല്ല എന്ന് എന്നോടൊരു എക്സൈസ് ഉദ്യോഗസ്ഥൻ പറയാനാണ്. ഞാൻ അവരോട് നിങ്ങളാരാത് തീരുമാനിക്കാൻ? പെന്തിക്കോസുകാരുടെ ഒരു ആരാധനാലയം അല്ല എന്ന് പറയാൻ എന്ത് റൈറ്റാണ് നിങ്ങൾക്കുള്ളത്? അതുകൊണ്ട് ഞാൻ ഇൻസിസ്റ്റ് ചെയ്ത് പറഞ്ഞു, ഈ ഓർഡറിൽ ഇതൊരു ചർച്ചാണ് എന്ന് തന്നെ എഴുതപ്പെടണം എന്ന്. അങ്ങനെ അതുകൊണ്ടാണ് ഇത്രയും സമയമെടുത്തത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ കനത്ത മഴയത്തുൾപ്പെടെ ഷാപ്പിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. നിരവധി തവണ ഷാപ്പുടമ കള്ളുമായി പ്രവർത്തിക്കാൻ എത്തിയിരുന്നെങ്കിലും പ്രദേശവാസികളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ഇതിന് സാധിച്ചിരുന്നില്ല. കള്ളു ഷാപ്പുടമ ഹൈക്കോടതിയിൽ നിന്നും അനുകൂലമായ ഉത്തരവ് നേടി പോലീസിനെ സമീപിച്ചിരുന്നെങ്കിലും പോലീസ് എത്തിയിട്ടും ജനങ്ങളുടെ പ്രതിഷേധത്തെ മറികടക്കാനായില്ല. ഈ സാഹചര്യത്തിലാണ് ജനങ്ങളുടെ പ്രതിഷേധം ശക്തമാക്കുകയും എക്സൈസ് മന്ത്രിക്കും കമ്മീഷണർക്കും പരാതിയുമായി മുന്നോട്ടു പോവുകയും ചെയ്തത്. 31 ദിവസമായിട്ട് ഞങ്ങൾ പണി പോലും ഉപേക്ഷിച്ച്, ഞങ്ങളുടെ വീടുകളിൽ കഞ്ഞി പോലും വെക്കാതെ, ഞങ്ങൾ പണിക്ക് പോലും പോകാതെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ വന്ന് 31 ദിവസം ഈ സമരപ്പന്തലിൽ ഇരുന്ന് ഞങ്ങളെ സമരം ചെയ്ത് ഞങ്ങൾക്ക് വിജയം നേടിത്തന്ന എല്ലാ സാമൂഹിക പ്രവർത്തകരോടും MLAയോടും ഈ നാട്ടുകാരുടെ ഞങ്ങളുടെയും നന്ദി അറിയിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തരമായി തന്നെ എക്സൈസ് കമ്മീഷണർ കള്ളുഷാപ്പിന്റെ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന ഉത്തരവിറക്കിയത്. രാഷ്ട്രീയ ഭേദമന്യേ പ്രദേശവാസികളുടെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തിന്റെ ഫലമായാണ് ഷാപ്പിന്റെ പ്രവർത്തനം ഇപ്പോൾ നിർത്തിയിരിക്കുന്നത്. കള്ളുഷാപ്പിന്റെ ബോർഡ് ഇവിടെ വെച്ച് അന്ന് രാത്രി തന്നെ ആദ്യം ഞങ്ങള് MLA വിളിച്ചു. ആ വിളിച്ചപ്പോ തന്നെ MLA ഫോൺ എടുത്തു. അന്ന് മുതൽ ഇന്നലെ വൈകുന്നേരം വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാ കാര്യത്തിനും ഓരോ നിർദ്ദേശം നൽകുകയും അതിന് സഹായിക്കുകയും ചെയ്തു. MLAക്ക് ഭയങ്കരമായിട്ട് ഞങ്ങളുടെ സ്നേഹവും നന്ദിയൊക്കെ ഈ ഇതിൽ അറിയിക്കുകയാണ്. ആരാധനാലയങ്ങളും ജനനിബിഡ പ്രദേശവുമായ ഇവിടെ കള്ളുഷാപ്പ് വരുന്നതിനെതിരെ കനത്ത പ്രതിഷേധമാണ് ഉണ്ടായിരുന്നത്. സമരം അവസാനിപ്പിച്ചതോടെ പ്രദേശവാസികളും സമരസമിതിയും ചേർന്ന് മധുരപലഹാര വിതരണവും നടത്തി.
മുഖ്യമന്ത്രി കത്ത് എഴുതി കുറച്ചുകൂടെ സമരത്തിന് നേതൃത്വം നൽകിയവരെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു. ഈ സമരത്തിന് ഊർജം പകർന്നവരെ അഭിനന്ദിക്കേണ്ട ഒരു ബാധ്യത ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇതുപോലെ ഒരു ആദരം ഈ 5-ാം വാർഡിന്റെ മെമ്പർ സാജു കുന്നപ്പള്ളി, അതുപോലെ 4-ാം വാർഡിന്റെ മെമ്പർ ശ്രീ തേജസ് ജോൺ. അവരെ സമരരംഗത്ത് ഫുൾ ടൈം ഇവിടെ ഉണ്ടായിരുന്ന ആളുകളാണ്. മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി, മാറാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാൻഡി എബ്രഹാം, വൈസ് പ്രസിഡന്റ് സാജു കുന്നപ്പള്ളി, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ, മാറാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ജോളി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, നാട്ടുകാർ എന്നിവർ സമാപന പൊതുയോഗത്തിൽ പങ്കെടുത്തു.